തമ്പാനൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഐസിയുവിന് പുറത്ത് കൂടി നിൽക്കുന്ന ചിലർ. ഭദ്രേട്ട, തന്തയും തള്ളയും പോയി. ഇതിനെ ഏറ്റെടുക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ സ്വന്തക്കാരായിട്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് നിങ്ങളുടെ പെങ്ങളുടെ മോളാ. ഭാ, പെങ്ങളോ? ആരുടെ പെങ്ങൾ? തറവാടിന്റെ മാനം കളഞ്ഞു കുളിച്ചിട്ട് കണ്ട നസ്രാണിത്തേണ്ടിയുടെ കൂടെ ഒളിച്ചോടി അവൾ എങ്ങനെയാണ്ടോ മെമ്പറെ എൻ്റെ പെങ്ങളാകുന്നത്? അകത്ത് കിടക്കുന്ന വിത്തിനെ ഏറ്റെടുക്കാൻ മറ്റാരുമില്ലെങ്കിൽ അതിനെ വല്ല മരുന്നും കുത്തിവെച്ച് കൊന്നു കളഞ്ഞേക്ക്. അല്ലാതെ എൻ്റെ തലമണ്ടയിൽ വച്ച് കെട്ടാൻ ഒരുത്തനും ശ്രമിക്കണ്ട. വാടോ വാര്യരെ. ഷെടാ, ഇതിപ്പോ വല്ലാത്തൊരു പുലിവാലായല്ലോ. നാട്ടുകാർക്ക് എന്ത് കേട് വന്നാലും ഓടിയെത്തുന്ന എന്നെ പോലെയുള്ള മെമ്പർമാർക്കാ തലവേദന. ഏതൊക്കെ അവന്മാരുടെ കാല് പിടിച്ച് വേണം ഒരു ദിവസം മുന്നോട്ട് തള്ളി നീക്കാൻ. കണ്ണു തുറക്കുമ്പോൾ ശരീരത്തിലെവിടേക്കോ വല്ലാത്ത വേദന. അമ്മച്ചി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആഹാ, മോളൂട്ടി ഉണർന്നോ? വേദന തോന്നുന്നുണ്ടോ മോൾക്ക്? സ്നേഹം നിറഞ്ഞൊരു ചോദ്യം. ഭൂമിയിലെ മാലാഖ. ശരിക്കും അവർ ഒരു മാലാഖ തന്നെയായിരുന്നു അവൾക്ക്. 4 ചുവരുകൾക്കുള്ളിൽ വേദന മാത്രം കൂട്ടിനുണ്ടായിരുന്ന ഒരു 8 വയസ്സുകാരി. മോളുടെ പേരെന്താ? ജാൻവി. ജാൻവി ജോസ് കുര്യാക്കോസ്. ആഹാ, അടിപൊളി പേരാണല്ലോ. അവൾ ചിരിച്ചു. ആൻറ്റി, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും. പെട്ടെന്ന് അവരുടെ ചിരി മാഞ്ഞു. എന്താ ആൻറ്റി? അവരെവിടെ? കുഞ്ഞിക്ക് കാണണം. അവർ ആ കുഞ്ഞ് നെറ്റിയിൽ തഴുകി. ആരാ കുഞ്ഞി? ഞാനാ. അമ്മച്ചിയാണോ അങ്ങനെ വിളിക്കുന്നേ? ആ, അമ്മച്ചി എന്നെ കുഞ്ഞീ കുഞ്ഞീന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അവൾ ചിരിയോടെ പറഞ്ഞു. മോള് കിടന്നോ? ആൻറ്റിക്ക് അപ്പുറത്ത് ആൻറ്റിക്ക് മരുന്ന് കൊടുക്കാൻ സമയമായി. അതാരാ അപ്പുറത്ത്? എൻ്റെ അമ്മച്ചിയാണോ? അല്ല മോളെ, മോളുടെ അമ്മച്ചി വേറെ ഒരിടത്താ. ഇവിടെ മോള് മാത്രമേ ഉള്ളൂ. എന്നാ ആൻറ്റി എന്നെ അമ്മച്ചിയെ വിളിച്ചു പറയുമോ? കുഞ്ഞ് തിരക്കി, കുഞ്ഞെ വേഗം വന്ന് കൊണ്ടുപോവാൻ. പറയാട്ടോ. അവളുടെ കവിളിൽ തട്ടി അവർ ഡോറടച്ച് പുറത്തേക്കിറങ്ങി. എന്താ സിസ്റ്റർ, ആ മോൾക്ക് എങ്ങനെയുണ്ട്? ആ, ബെറ്ററായി വരുന്നു. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അവളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഓർക്കാൻ പോലും വയ്യ. ഒരു നിമിഷം കൊണ്ട്, ആരുടെയൊക്കെയോ അശ്രദ്ധ കൊണ്ട് അനാഥമായി പോയത് അതിൻ്റെ ജന്മ. അതിൻ്റെ നിഷ്കളങ്ക മുഖത്തേക്ക് നോക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. സിസ്റ്ററെ, എന്നാ അതിൻ്റെ ഡിസ്ചാർജ്? മിക്കവാറും ഒരാഴ്ച, അതിലപ്പുറം പോകില്ല. അവർ എന്തോ ആലോചിച്ചു. സിസ്റ്റർ പോയതും അവർ ആരെയോ വിളിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുമ്പോൾ വിടർന്ന വലിയ 2 കണ്ണുകളാണ് അവൾ കാണുന്നത്. അവർ ചിരിച്ചു. അവളും. മോൾക്ക് ആൻറ്റിയെ മനസ്സിലായോ? ഇല്ല എന്നവൾ കണ്ണ് ചിമ്മി. എന്നാ മോളെ ആൻറ്റിക്കറിയാട്ടോ. മോളുടെ അമ്മച്ചിയുടെ ഒരേ ഒരു ഫ്രണ്ടാണ് ആൻറ്റി. ആണോ? എന്നിട്ടെൻ്റെ അമ്മച്ചി എവിടെ? കുഞ്ഞെ കാണാൻ അമ്മച്ചിയും അപ്പച്ചനും വന്നതേയില്ല. അത് അമ്മച്ചിയും അപ്പച്ചനും കുഞ്ഞെ എൻ്റെ ഏൽപ്പിച്ചിട്ട് ദൂരെ ഒരിടത്ത് പോയേക്കുവാ. അവർ തിരിച്ചു വരുമ്പോൾ മിടുക്കിയായിട്ട് കുഞ്ഞെ തിരിച്ചു കൊടുക്കണം എന്നാ അമ്മച്ചി പറഞ്ഞേക്കുന്നേ. ആണോ? അതേന്നേ. എന്നാ പോവാം. അതിന് എന്നെ ഇവിടുന്ന് വിടാറായോ? ആൻറ്റി, എനിക്ക് പോകാറായോ? എൻ്റെ ഉവ്വാവെല്ലാം മാറിയോ? പിന്നെ കുഞ്ഞിപ്പോ മിടുക്കിയായില്ലേ? മോൾക്ക് ആൻറ്റിയുടെ കൂടെ വരാൻ സമ്മതമാണോ? ആ, അവൾ തലയാട്ടി. അത് അവളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. അവൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ കരുതൽ. സഭയുടെ മധ്യസ്ഥതയിൽ ജാൻവി എന്ന 8 വയസ്സുകാരിയെ റോയൽ ഗ്രൂപ്പ് ഉടമസ്ഥ
റീത്ത മാത്യൂസ് ദത്തെടുത്തു. ദിവസേന കോടികൾ ലാഭം കൊയ്യുന്ന ഒരേ ഒരു ബിസിനസ് സാമ്രാജ്യം, അതായിരുന്നു റോയൽ ഗ്രൂപ്പ്. ചെറിയ കമ്പനിയിൽ തുടങ്ങി ആകാശം മുട്ടെ വളർന്നു പന്തലിച്ചു റോയൽ ഗ്രൂപ്പ്. അവരുടെ ജീവിതത്തിലെ ഏക ദുഃഖം അവർക്ക് മക്കളില്ല എന്നതായിരുന്നു. പലതരം ഫെസിലിറ്റീസുകൾ ഇന്നുണ്ടെങ്കിലും റീത്തയ്ക്ക് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു. അവർക്ക് ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്താനായിരുന്നു ആഗ്രഹം. മാത്യൂസ് അതിന് സമ്മതം മൂളിയതോടെ അവർ മനസ്സിനിണങ്ങിയ ഒരു കുട്ടിയെ തിരക്കി നടക്കുന്ന സമയം. അപ്പോഴാണ് അവർ ജാൻവിയെപ്പറ്റി അറിയുന്നത്. അച്ഛനും അമ്മയും താലോലിച്ച് വളർത്തിയ കുഞ്ഞി ആക്സിഡൻറ്റിൽ അച്ഛനും അമ്മയും മരിച്ചതറിയാതെ, ആരും ഏറ്റെടുക്കാനില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നത് റീത്തയെ വേദനിപ്പിച്ചു. അങ്ങനെ അവർ അവിടെ എത്തി. ഇതൊന്നും മനസ്സിലാക്കാതെ അമ്മച്ചിയുടെ ഫ്രണ്ടിനൊപ്പം സന്തോഷത്തോടെ അവൾ പോയി. റീത്ത അവളെ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ. കുഞ്ഞിക്ക് അവൾ അമ്മയായി. പക്ഷെ ഒരിക്കലും അവളവരെ അമ്മച്ചി എന്ന് വിളിച്ചില്ല. അവൾക്ക് അവർ ആൻറ്റിയായിരുന്നു. റീത്ത അവളെ നിർബന്ധിച്ചതുമില്ല. റാണിയായി അവൾ വളർന്നു. മുന്തിയ സ്കൂളിൽ പഠനം, വില കൂടിയ വസ്ത്രങ്ങൾ. പക്ഷേ അതിലൊന്നും ജാൻവിയുടെ കണ്ണ് മഞ്ഞളിച്ചില്ല. വർഷങ്ങൾ കഴിയുമ്പോൾ അവൾക്ക് കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങി. അതിൻ്റെ കാരണം ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഓഡിറ്റർ മൂർത്തിയായിരുന്നു. അയാളുടെ സംസാരത്തിൽ നിന്നും അവൾ അവരുടെ ദത്തുപുത്രിയാണെന്ന് ജാൻവി മനസ്സിലാക്കി. തൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മരണ ഇൻഷുറൻസ് തൻ്റെ പേരിൽ വരുന്നതിൻ്റെ കണക്ക് ബോധിപ്പിക്കുകയാണ് അയാൾ. അവരെ തിരക്കുമ്പോൾ ഓരോരോ കുഞ്ഞു നുണകൾ പറഞ്ഞ് തന്നെ സമാധാനിപ്പിച്ച റീത്തയെ വേദനയോടെ അവൾ നോക്കി. അവൾക്കമ്മ തന്നെയാണെന്ന് അവൾക്കറിയായിരുന്നു. പക്ഷേ അവർക്ക് ചുറ്റുമുള്ളവർക്ക് അവളങ്ങനെ ആയിരുന്നില്ല. അവർക്കൊക്കെ അവളൊരു അധികപ്പറ്റായിരുന്നു. അതവൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് ആരോടും അടുപ്പത്തിനും പോയിരുന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ ഒരു മുസ്ലിം കുടുംബമായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ഉമ്മയും മകനും. അവൾക്കാകെ അടുപ്പം അവരോട് മാത്രം. റീത്തയുടെയും മാത്യുവിൻ്റെയും കണ്ണിൽ കണ്ട അതേ സ്നേഹം അതുപോലെ അവൾ കണ്ടത് അവരിൽ മാത്രമായിരുന്നു. ആ ഉമ്മ അവൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം വാരിയൂട്ടി. അവരുടെ മകൻ അവൾക്ക് കൂടെ പിറക്കാത്ത സഹോദരനായി. വെക്കേഷൻ സമയങ്ങളിലും ഒഴിവ് ദിവസങ്ങളിലും ജാൻവി ഏറെ സമയം ചെലവിട്ടത് ആ ഉമ്മയ്ക്കും മകനുമൊപ്പമാണ്. അവളവനെ അപ്പുവേട്ടനെന്ന് ചെല്ല പേരിട്ട് വിളിച്ചു. അങ്ങനെ ഒരു നാൾ അവിടെ കരുനിഴൽ പതിച്ചു. കൂടെയുള്ളവരുടെ ചതി. മാത്യൂസ് ജീവനൊടുക്കി. റീത്ത അതോടെ മാനസികമായി തകർന്നുപോയി. മാത്യൂസ് ആത്മഹത്യ ചെയ്തതല്ല എന്നും ബന്ധുക്കൾ തന്നെ കൊലപ്പെടുത്തിയതാണെന്ന സത്യം റീത്ത മനസ്സിലാക്കുന്നു. അതോടെ അവർ ജാൻവിയെ തന്നിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിച്ചു. അവൾക്കിഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുത്തപ്പോൾ ആരോടും പറയാതെ, ആരും അറിയാതെ റീത്ത അവളെ അനാഥ എന്ന ലേബലിൽ തന്നെ കാലിക്കറ്റ് സെൻട്രൽ ചേർത്തു. കൂടെ അവൾക്ക് തുണയായത് അഫ്സലായിരുന്നു. റീത്തയുടെ വിവരങ്ങൾ അറിയാൻ ഏകമാർഗം അഫ്സൽ മാത്രമാണ്. അവൾ അവിടെ സാധാരണ ജീവിതം നയിക്കുമ്പോൾ സേഫ് ആയിരിക്കുമെന്ന് റീത്ത ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ അവിടുള്ള ജീവിതം ജാൻവിയെ മറ്റൊരാളാക്കി മാറ്റി. അവൾ സന്തോഷം അനുഭവിച്ചു തുടങ്ങി. പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ അകമ്പടിയില്ലാതെ, സെക്യൂരിറ്റി ഗാർഡുകളൊപ്പം ഇല്ലാതെ, പൂമ്പാറ്റയെ പോലുള്ള ജീവിതം. ഇഷാനോടുള്ള പ്രണയം റീത്തയാണ് അവൾ ആദ്യം അറിയിച്ചത്. അവനോടൊപ്പം ബാംഗ്ലൂരിൽ തന്നെ MBA എടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ റീത്ത സമ്മതം മൂളി. ഇഷാന്റെ ചതിയിൽ നില തെറ്റിയ അവൾ നേരെ പോയത് പോറ്റമ്മയുടെ മടിത്തട്ടിലേക്ക്. പക്ഷേ അവിടെ അവളെ കാത്തിരുന്നത് വലിയ ചതികുഴിയായിരുന്നു എന്നവൾ അറിഞ്ഞിരുന്നില്ല. അവൾ ചെന്ന് കയറുമ്പോൾ അവളെ സ്വീകരിച്ചത് പണത്തിനോട് ആർത്തിമൂത്ത ഒരുപറ്റം ചെന്നായ്ക്കളായിരുന്നു.
ആദ്യമായി എൻ്റെ അമ്മച്ചി എവിടെ എന്ന് ചോദിക്കുമ്പോൾ പുച്ഛത്തോടെയുള്ള ചിരിയായിരുന്നു അവരുടെ മറുപടി. അവൾ ചീറിക്കൊണ്ട് മുന്നിൽ നിന്ന ആളുടെ കഴുത്തിന് പിടിച്ചലറി. എവിടെയാ എൻ്റെ അമ്മച്ചി? അയാളുടെ കൈയുടെ ചൂട് കവിളിൽ അറിഞ്ഞ നിമിഷം, നിന്റെ തള്ള പണ്ടേ ചാരവായില്ലേ എന്നൊരട്ടഹാസം. എൻ്റെ റീത്തമ്മച്ചി എവിടെ? ഏങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു. നിന്നെ കാണാതെ അവൾക്ക് ഭ്രാന്ത് പിടിച്ചു. അവളെ ഇപ്പം ഇവിടെ കാണുന്നില്ല, നാട് വിട്ടെന്നാ തോന്നേ. പരിഹാസം നിറഞ്ഞ ശബ്ദങ്ങൾ അവൾ കാതു പൊത്തിപ്പിടിച്ചു. പെട്ടെന്ന് അവളുടെ തലയ്ക്ക് പിന്നിൽ ശക്തിയായ ഒരു പ്രഹരം. വീണുപോയി അവൾ. നിലത്ത് പടരുന്ന രക്തം. ബോധം വീഴുമ്പോൾ ആരുടെയോ ശബ്ദം കാതിൽ വീണു. അന്നേ ഞാൻ ആ പുന്നാര മോളോട് പറഞ്ഞതാ, ഓരോ ബാധ്യതകൾ ഉണ്ടാക്കി വെക്കല്ലെന്ന്. ശരിയാ, എൻ്റെ തന്ത ഉണ്ടാക്കിയതല്ലൊന്നും. മാത്യൂസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല തന്നെ. പക്ഷേ അങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റുമോ? കോടികളുടെ മുതല. ഒരുത്തിയെ ദത്തുപുത്രിയായിട്ട് ഏറ്റെടുക്കുമ്പോൾ ഞാനൊന്ന് ഭയന്നിരുന്നു. എൻ്റെ അവളുടെയും തന്തയൊക്കെ ഒന്നായിരിക്കും, പക്ഷേ എൻ്റെ പോളിസി വേറെയാ. ഇപ്പം ഞാനാ ഇതിൻ്റെയൊക്കെ അവകാശി. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോതാ പോയ മാരണം പിന്നെയും വന്നേക്കുന്നു. ഇതിനെ നമുക്കങ്ങ് മേലോട്ട് തന്നെ അയക്കാം. അവിടെ പോയി തന്തയും തള്ളയും പോറ്റമ്മയും എല്ലാം കൂടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അട്ടഹാസങ്ങൾ. ജാൻവിക്ക് അത് അടുത്ത ഷോക്കായിരുന്നു. അവളുടെ കണ്ണുകൾ പെയ്തു. അളിയ, അത് വേണ്ട. അങ്ങനെ ചെയ്താ ഇവള് പെട്ടെന്നങ്ങ് രക്ഷപ്പെട്ടു പോയില്ലേ? നമ്മുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ വന്നതല്ലേ. ഇവളെ നമുക്ക് പറ്റിയ ഒരിടത്താക്കാം. എല്ലാ അളിയൻ്റെ ഇഷ്ടം. കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ട് അവൾ ശ്രദ്ധിച്ചു. സർ, റീത്ത മേഡത്തിൻ്റേത് ഒരു ആക്സിഡന്റ് ഡെത്ത് തന്നെയാണെന്ന് ഫൈനൽ ഡിസിഷൻ. ഇനി നിങ്ങൾ പേടിക്കേണ്ടതില്ല. അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കി. ACP? അവൾ ഞെട്ടിപ്പോയി. താൻ കരുതിയിലും വലിയ ചങ്ങലയാണ് തന്നെ മുറുക്കിയിരിക്കുന്നത്. സർ, ഇവളെ എന്ത് ചെയ്യാനാ പ്ലാൻ? കൊല്ലരുത്. കാരണം ആർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നിയാ എല്ലാം മറനീക്കി അങ്ങ് പുറത്ത് വരും. ഇല്ലടോ ACP, ഇവൾക്ക് ഞങ്ങൾ വേറൊരിടം സെറ്റാക്കിയിട്ടുണ്ട്. അവർ അടുത്തു വരുമ്പോൾ അവൾ ശ്വാസം പോലും എടുക്കാൻ ഭയന്നു കിടന്നു. അവർ അവളെ പൊക്കിയെടുത്ത് കാറിലാക്കി. അവർ നേരെ അവളെ കൊണ്ടുപോയത് മെൻ്റൽ ഹോസ്പിറ്റലിലേക്കായിരുന്നു. പോറ്റമ്മ മരിച്ച വിവരം അറിഞ്ഞപ്പോൾ മുതൽ അവളുടെ മാനസിക നില തകരാറിലായെന്ന് അവരുടെ കണ്ണീർ നാടകം. ഇരുണ്ട സെല്ലിനുള്ളിൽ കിടക്കുമ്പോൾ അവൾക്ക് ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നി. യഥാർത്ഥത്തിൽ മനോനില തകരാറിലാകുമെന്ന് അവൾ ഭയന്നു തുടങ്ങി. അപ്പോൾ എല്ലാം മനസ്സിനെ പിടിച്ചു നിർത്തിയത് അവൻ്റെ സ്നേഹമാണ്, അവൻ്റെ ഓർമ്മകളാണ്. അങ്ങനെ ഒരു ദിവസം ഇരുളിലൊരു മുഖം. അപ്പോട്ടാ അലറി കരഞ്ഞുപോയി അവൾ. മോളെ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് അന്വേഷിച്ചിരുന്നു ഞാൻ. എന്നെ നീ വിളിച്ചപ്പോൾ ഞാൻ നാട്ടിലുണ്ടായില്ല. ഞാനും എല്ലാം അറിഞ്ഞപ്പോൾ വൈകിപ്പോയി. മേടത്തെ അവരില്ലാതാക്കി. എന്നിട്ട് നിന്നെ എന്ത് ചെയ്തു എന്നറിയാതെ ഞാൻ അലഞ്ഞു. തുടരെയുള്ള അന്വേഷണമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ ഡോക്ടറോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നീ ഇനി അവരുടെ മുന്നിൽ പെടരുത്. നിന്നെ ഞാൻ ഒരിടത്ത് സുരക്ഷിതമായി എത്തിക്കാം. എവിടെയാ പോയിട്ടാ? കണ്ണിൽ തിരയിളക്കം. എവിടേക്കോ നേരെ ഒരു പ്രതീക്ഷ. നിന്റെ സ്വന്തം അമ്മാവൻ്റെ അടുത്ത്. അതേ മോളെ, ഞാനവരെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. നിന്നെ സ്വീകരിക്കാൻ അവർ തയ്യാറാ. നല്ല ആൾക്കാരാ മോളെ. അവളുടെ ഉള്ളിൽ ഒരു തണുപ്പ്. അങ്ങനെ അവൾ ആ വലിയ തറവാടിന്റെ മുന്നിൽ വന്ന് നിന്നു. ദേവമംഗലം. മോളെ,
ഒരാൾ ഓടിയിറങ്ങി വന്നു. അവൾ അയാളെ അതിശയത്തിൽ നോക്കി. അയാൾക്ക് തൻ്റെ അമ്മച്ചിയുടെ ചായയുള്ളതായി അവൾക്ക് തോന്നി. അതവളെ സന്തോഷിപ്പിച്ചു. മോൾക്ക് എന്നെ അറിയില്ലല്ലോ. ഞാൻ രാമഭദ്രൻ, നിന്റെ അമ്മാവൻ. അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. അയാൾ അവളുടെ തലയിൽ തഴുകി. മോൻ വാ, ഇന്നിവിടെ തങ്ങാം, നാളെ തിരിച്ചു പോകാം. അയ്യോ വേണ്ട അമ്മാവ, വീട്ടിൽ ഉമ്മ തനിച്ച. പിന്നെ അമ്മാവൻ അറിയാലോ, എന്നെ നിരീക്ഷിക്കാൻ ചുറ്റും ആൾക്കാരുണ്ട്. എന്നാ പിന്നെ നിർബന്ധം പിടിക്കുന്നില്ല. എൻ്റെ കുട്ടിയെ സുരക്ഷിതമായി ഇങ്ങ് ഏൽപ്പിച്ചല്ലോ, അത് മതി. മോനോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും. അയ്യോ അതൊന്നും വേണ്ട. എൻ്റെ കൊച്ച് ഇന്ന് വരെ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അതിനെ പൊന്നുപോലെ നോക്കിയാൽ മാത്രം മതി, അല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട. ഇവൾ എൻ്റെ അനിയത്തിയുടെ ചോരയല്ലേ മോനെ. ഞാനിവളെ പൊന്നുപോലെ തന്നെ നോക്കും. പിന്നെ എൻ്റെ ലക്ഷ്മി പോയിട്ട് ആകെ ഒരു മരവിപ്പ. ഇവൾ ഞങ്ങൾക്ക് ഒരാശ്വാസമാകും, ജീവിതം സുന്ദരമാക്കും. അപ്പുവേട്ടൻ യാത്ര പറയുമ്പോൾ തൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭാരം പോലെ. മോള് വാ, മുറി കാണിച്ചു തരാം. അയാൾ അവളുമായി അകത്തേക്ക്. മുറിയിൽ കയറി പേടിയോടെ ചുറ്റും നോക്കി. പേടിക്കണ്ട, നിന്റെ അമ്മ ഓടിക്കളിച്ച തറവാടാ. നിനക്ക് ഞങ്ങളുണ്ട്. സമാധാനമായിട്ട് ഒന്നുറങ്ങി എണീക്ക്, ഞാൻ പുറത്തുണ്ട്. അവൾ തലയാട്ടി. അയാൾ പോയതും അവൾ വാതിൽ ചേർത്തടച്ചു. മുറിയോട് ചേർന്ന ബാത്റൂമിൽ കയറി തല തണുക്കെ ഒന്ന് കുളിച്ചിറങ്ങി. ബെഡിലേക്ക് കിടന്നത് മാത്രമേ അവൾക്ക് ഓർമ്മയിലുള്ളൂ. ഡോറിലെ മുട്ടുകേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത്. ഈശോയെ, ഞാനിത് എവിടാ? കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ മനസ്സിൽ വന്നതും അവൾ ചാടി എണീറ്റു. പെട്ടെന്ന് പോയി വാതിൽ തുറന്നു. മുന്നിൽ രാമഭദ്രൻ. മോള് ഉറങ്ങിപ്പോയോ? അവൾ തലയാട്ടി. അയാൾ അവളുടെ തലയിൽ തഴുകി. മോള് വാ, നമുക്ക് എന്തേലും കഴിക്കണ്ടേ? ഇപ്പൊ തന്നെ സമയം കുറേയായി. അവൾ പിടച്ച മിഴികൾ ഉയർത്തി. ഭക്ഷണം അത് ഞാൻ തയ്യാറാക്കി, അതിവിടെ പതിവാ. അയ്യോ അമ്മാവ, ഞാൻ ഉറങ്ങിപ്പോയിട്ടാ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. അതൊന്നും സാരമില്ല, മോള് വന്നതല്ലേ ഉള്ളൂ. എത്ര മാസങ്ങൾ കൊണ്ട് എൻ്റെ കുഞ്ഞ് അലയുവാ. അതിൻ്റെ ക്ഷീണമൊക്കെ ഇനിയും ബാക്കിയാ. കഴിച്ചിട്ട് മോള് കിടന്നോ, നന്നായി ഉറങ്ങ്. ഉറങ്ങി എണീക്കുമ്പോൾ പഴയതൊന്നും മനസ്സിലുണ്ടാകരുത്, ഒന്നും. നാളെ മുതൽ ഇവിടുത്തെ കുട്ടിയായി വേണം ഉണർന്നെണീക്കാൻ, മനസ്സിലായോ? അവൾ തലയാട്ടി. അയാൾ അവളെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി ഭക്ഷണം വിളമ്പി നൽകി. അമ്മാവ, അമ്മായി, അവൾ അറിയാനായി ചോദിച്ചു. മോള് കണ്ടിട്ടില്ലല്ലോ, കഴിക്ക്, അമ്മാവൻ ഫോട്ടോ കാണിച്ചു തരാം. അവർ ഭക്ഷണം കഴിച്ചതും അയാൾ അവളെ അയാളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വലിയ ആൽബം എടുത്ത് എല്ലാവരെയും കാണിച്ചു. അമ്മാവ, ഇത്? അയാൾ ഒരാൺകുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ഫോട്ടോ ചൂണ്ടി അവൾ ചോദിച്ചു. അതെൻ്റെ മോനാ, രുദ്രൻ, രുദ്രദേവ്. ലക്ഷ്മി പോയത് പിന്നെ വല്ലപ്പോഴും മാത്രം ഇവിടേക്ക് വരും. ലക്ഷ്മി പോയപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടത് ഞാനാ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മാവ, ഒറ്റയ്ക്കാകുന്നതിൻ്റെ വേദന ആരെക്കാളും എനിക്കറിയാം അമ്മാവ. ഞാനും കുറെ അനുഭവിച്ചതല്ലേ അത്. അവളുടെ കണ്ണും നിറഞ്ഞു. സാരമില്ല, ഇനി മോൾക്ക് ഞങ്ങളുണ്ട്. മോളുടെ എല്ലാ കാര്യവും ഇനി അമ്മാവൻ നോക്കിക്കോളാം. മോള് സമാധാനിക്ക്. അമ്മാവ, ഇത്രയും കുടുംബക്കാരുടെ ഫോട്ടോ ഇവിടെ ഉണ്ടായിട്ടും എൻ്റെ അമ്മച്ചിയുടെ ഒരു ഫോട്ടോ പോലും ഇവിടെ ഇല്ലല്ലോ, അതെന്താ? അയാളുടെ മുഖം ഇരുണ്ടു തുടങ്ങി. അതിപ്പോ മോൾക്കറിയാലോ, കുടുംബത്തിലെ
ഒരേ ഒരു പെൺതരി. അവൾ ഈ വീട്ടിലെ എല്ലാവരുടെയും സന്തോഷം. അവളായിരുന്നു ഞങ്ങൾക്കെല്ലാം. അച്ഛൻ അവളുടെ വിവാഹം ഉറപ്പിച്ചു. ഒന്നാന്തരം തറവാട്ടുകാർ. അതുവരെ ഒന്നും പറയാതെ അച്ഛനെയും ഞങ്ങളെയും നാണം കെടുത്തി ഒരു നസ്രാണിക്കൊപ്പം ഒളിച്ചോടി. ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചു. ആ വേദനയിൽ അച്ഛനങ്ങ് പോയി. അതോടെ അമ്മ കിടപ്പിലുമായി. നാട്ടുകാരുടെ പരിഹാസം, ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തലുകൾ. പിന്നെ അമ്മയും അധികം ജീവിച്ചിരുന്നില്ല. ഒറ്റപ്പെട്ടു പോയത് ഞാനാ. രുദ്രൻ്റെ അമ്മ വേറെയാ, അവളും മരിച്ചു. പിന്നെ മുറപ്പെണ്ണ്. ജീവിതത്തിലേക്ക് അവൾ വന്നപ്പോഴാ ഒരടുക്കും ചിട്ടയുണ്ടായത്. എന്നാലും അവളോട് എനിക്ക് ദേഷ്യവും വെറുപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ടാ അവളുടെ ഒരു ഓർമ്മ പോലും ഇവിടെ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചത്. അവളുടെ കണ്ണ് നിറഞ്ഞു. എന്താ മോളെ? ഈ കുടുംബത്തോട് ചെയ്തു പോയ തെറ്റുകൊണ്ടാവും എൻ്റെ അമ്മച്ചി അപ്പച്ചനും നേരത്തെ അങ്ങ് പോയത്. അല്ലേ അമ്മാവ? ചിലപ്പോൾ അമ്മമ്മയും അച്ഛച്ചനും ഒക്കെ എൻ്റെ അമ്മച്ചിയെ ശപിച്ചു കാണും, അല്ലേ? അറിയില്ല മോളെ. ശപിച്ചില്ലെങ്കിലും അവരുടെ നെഞ്ച് നേറിയുള്ള വേദന ഒരുപക്ഷെ ശാപമായി പതിഞ്ഞതാകും. എന്തായാലും എൻ്റെ മോളോട് അമ്മാവന് ഒരു ദേഷ്യമില്ല. നിനക്ക് നിന്റെ അമ്മയുടെ അതേ ചായയാ. കണ്ണ് പക്ഷേ നിന്റെ അപ്പച്ചൻ്റെതാണ്, അല്ലയോ? അവളുടെ കണ്ണ് നിറഞ്ഞു. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. മോള് പോയി ഉറങ്ങിക്കോ. ഇവിടെ നിനക്ക് കാവലായി ഞാനുണ്ട്. നിന്നെ ഇവിടെ വന്ന് ആരും എങ്ങും കൊണ്ടുപോയില്ല. എനിക്ക് നിന്നിലുള്ള അവകാശം പോലെ മറ്റാർക്കുമില്ല. പിന്നെ അതിലൊന്നും നിന്നില്ലെങ്കിൽ എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അയാളുടെ ശബ്ദമുറച്ചു. അവൾ അന്ന് രാത്രി നന്നായി ഉറങ്ങി. മനസ്സ് ഒന്ന് സ്വസ്ഥമായതുപോലെ. പിറ്റേന്ന് രാവിലെ അവൾ കുളിച്ചിറങ്ങുമ്പോൾ റൂമിലൊരാൾ. തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മുഖം വ്യക്തമല്ല. ആരാ? അവൾ ഉറക്കെ ചോദിച്ചു. അവൻ മെല്ലെ തിരിഞ്ഞു. ചുവന്ന കണ്ണുകളാണ് ആദ്യം അവൾ കാണുന്നത്. അവൾക്ക് ആളെ മനസ്സിലായില്ല. അവൾ അയാളെ സൂക്ഷിച്ചു നോക്കി. കട്ടിപ്പുരികം, നീണ്ട മൂക്ക്, ചുവന്ന കണ്ണുകൾ, വലിയ വിടർന്ന ചുണ്ടുകൾ, അതിലേക്ക് വീണ് കിടക്കുന്ന കട്ടിമീശ. അവനൊന്ന് ചിരിച്ചു. അവളെ അടിമുടി നോക്കി. കൊള്ളാം. അവൻ താടി ഒഴിഞ്ഞു. അവൾക്ക് എന്തോ പോലെ തോന്നി. ആരാ? അവൾ വീണ്ടും ചോദിച്ചു. നിനക്കെന്നെ അറിയില്ല. ഗാംഭീര്യമുള്ള ശബ്ദം. ഞാൻ നിന്റെ മുറച്ചെറുക്കൻ. പേര് രുദ്രദേവ്. അവളൊന്ന് ചിരിച്ചു. ഇന്നലെ ആൽബത്തിൽ കണ്ടിരുന്നു. പക്ഷെ അത് കുഞ്ഞിലത്തെ ഫോട്ടോ ആയോണ്ടാ മനസ്സിലാകാത്തത്, അവൾ പറഞ്ഞു. ആ, അല്ലെങ്കിലും ഞാനിവിടെങ്ങുമില്ല. എന്തേലും ആവശ്യമുണ്ടല്ലോ ഇങ്ങോട്ട് വരൂ. ഇപ്പം നീ വന്നോണ്ടാ ഞാൻ വന്നത്. എനിക്ക് ഒറ്റ നോട്ടത്തിലെ ഇഷ്ടപ്പെട്ടു. ഇനി വേണം നന്നായിട്ടൊന്ന് ജീവിക്കാൻ. അവൻ കൈകൾ ഉയർത്തി ഞൊട്ട വിട്ടു. അവളുടെ മുഖം ചുളുങ്ങി. മനസ്സിലായില്ല. അതിലിനി എന്ത് മനസ്സിലാക്കാൻ? എനിക്ക് നീ മുറപ്പെണ്ണ്. അപ്പോൾ നീ എനിക്കുള്ളതല്ലേ? അവൾ ഞെട്ടിപ്പോയി. അത് ഞാൻ അങ്ങനെയൊന്നും. അവൾ എന്താ പറയേണ്ടതെന്നറിയാതെ കുഴഞ്ഞു. രുദ്ര, മോനെ. അവൻ പെട്ടെന്നിറങ്ങിപ്പോയി. എൻ്റെ ഈശോയെ, എവിടെയും എനിക്ക് സമാധാനമില്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം ഇഷാന്റെ ചിരിക്കുന്ന മുഖം അവളിൽ തെളിഞ്ഞു. ഇച്ച, നീ എന്നെ ഒന്ന് അന്വേഷിച്ചു പോലും ഇല്ലല്ലോ. നീ എൻ്റെ ഉപ്പ ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട എനിക്ക്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ, വാ നമുക്ക് കഴിക്കാം. അവൾ മുട്ടിലേക്ക് തല ഊന്നി കരഞ്ഞു. മോളെ. അവളെ കാണാഞ്ഞിട്ട് തിരക്കി വന്നതാണ് അയാൾ. മോളെ. അമ്മാവ. അവൾ നിറഞ്ഞ മിഴികൾ ഉയർത്തി. എന്താടാ? ഒന്നും ഓർക്കണ്ട. മോള് രുദ്രനെ കണ്ടോ? അവൾ തലയാട്ടി. ആ, വന്നതുപോലെ തന്നെ പോയി. ഒന്നും കഴിച്ചതുമില്ല. അവൾക്കൊരാശ്വാസം തോന്നി. ഇനി എപ്പോഴാ? അവൾ പകുതിയിൽ നിർത്തി. ഓ, അവൻ്റെ കാര്യം
അവനെ അറിയൂ. ഇനി ചിലപ്പോ മാസങ്ങൾ കഴിഞ്ഞേ വരൂ. ഒന്നും പറയാൻ പറ്റില്ല. മോള് വാ. അവൾ എണീറ്റ് അയാൾക്കൊപ്പം പോയി. 1-2 ദിവസം രുദ്രനെ പറ്റി ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അതോടെ അവൻ ഇനി ഇപ്പോഴൊന്നും വരില്ലെന്ന് അവൾ സമാധാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി ജാൻവി നല്ല ഉറക്കം. അവളുടെ അരികെ അവളെ നോക്കിയിരിക്കുകയാണ് അവൻ, രുദ്രൻ. അവന്റെ കണ്ണിൽ അവളുടെ ശരീരം വെണ്ണക്കല്ല് പോലെ തിളങ്ങുന്നു. അവന്റെ കണ്ണുകൾ അടിമുടി ഒഴിഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ കൈകൾ അവളുടെ ശരീരത്തെ താലോലിക്കാൻ കൊതിക്കുന്നു. കണ്ണുകളിൽ കത്തുന്ന കാമം. അവന്റെ കൈകൾ കാലുകളിൽ നിന്നും മേലോട്ട് ചലിച്ചു. കണ്ണിൽ കത്തുന്ന ആർത്തി. കാലിൽ എന്തോ ഇഴയുന്നതറിഞ്ഞവൾ ഞെട്ടി ഉണർന്നു. മുന്നിൽ വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവൾ വിറച്ചുപോയി. അവൾ പിടഞ്ഞെണീറ്റു. ഹാ, എണീറ്റോ? എന്ത് ഭംഗിയാന്നറിയോ നീ ഉറങ്ങുന്നത് കാണാൻ. ഓരോ ഭാഗവും ഓരോ താളത്തിൽ അങ്ങനെ ഉയർന്നും താണും വെള്ളത്തിൽ ചാഞ്ചാടുന്ന വഞ്ചി പോലെ. അവന്റെ കണ്ണുകൾ തിളങ്ങി. അവൾ അവനെ പേടിയോടെ നോക്കി. നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ രുദ്രേട്ടനല്ലേ? എന്നായാലും നീ എനിക്കുള്ളതല്ലേ? അതിപ്പോ എപ്പായാലും കുഴപ്പമില്ല. രുദ്രേട്ടൻ പുറത്തു പോ. അവൾ വിരൽ ചൂണ്ടി. പെട്ടെന്നവൻ ആ വിരൽ വായിലാക്കി നുണഞ്ഞു. വിറച്ചുപോയ അവൾ. മരവിപ്പ് മാറിയതും അവൾ അലറി വിളിച്ചു. അവനെ ശക്തിയിൽ പുറത്തേക്ക് തള്ളി. അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ച് വലിച്ചടിപ്പിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. പൊള്ളിയതുപോലെ അവൾ കുതറിപ്പോയി. അമ്മാവാ! അവൾ അലറിക്കൊണ്ട് അവനെ തള്ളുകയും മാന്തുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവൻ്റെ കരുത്തിന് മുന്നിൽ അത് പാഴായി. അവൻ്റെ ചുണ്ടിഴഞ്ഞു തുടങ്ങിയതും അവൾ സർവ്വശക്തിയെടുത്ത് തൊഴിച്ചെറിഞ്ഞു. അവൻ തെറിച്ചു വീണതും അവൻ്റെ മുഖം വന്യമായി. എടീ മോളെ, നിന്നെ! അവൻ ചാടി എണീറ്റ് അവളുടെ കവിളിൽ മാറി മാറി അടിച്ചു. അവളുടെ ചുണ്ട് പൊട്ടി ചോര ചാടി. അവൻ അവളെ അടിക്കുന്നതും അവളുടെ നിലവിളിയും കേട്ട് രാമഭദ്രൻ ഓടി വന്ന് പിടിച്ചു. രുദ്ര, വിടടാ അവളെ! എടാ വിടാൻ! അവൻ അയാളുടെ കവിളിൽ ആഞ്ഞടിച്ചു. ജാൻവി ഞെട്ടിപ്പോയി. അവൻ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുയർത്തി. എന്നെ തടയാനായോടോ താൻ? മറന്നോ നടന്നതൊക്കെ? ഞാൻ എന്തേലും ചെയ്യുമ്പോ തടസ്സം നിന്നാലുണ്ടല്ലോ, അറിയാലോ എന്നെ. ഇവളെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തും. ഇടയ്ക്ക് വന്ന കൊന്ന് കുഴിച്ചു മൂടി ഞാൻ. അവൻ്റെ പല്ലുകൾ ചതഞ്ഞു. രാമഭദ്രന്റെ കണ്ണുകൾ തള്ളുന്നത് കണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. വിടടാ, വിടടാ അമ്മാവനെ! അവൾ അയാൾക്ക് നേരെ കത്തുന്നൊരു നോട്ടം. അവൾ പതറി. പിന്നെ ചുറ്റും നോക്കി. ടേബിൾ ലാമ്പ് കണ്ടതും അവൾ അതെടുത്തു. അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു. രക്തം ചീറ്റിയതും അവൻ അയാളുടെ കഴുത്തിലെ പിടിവിട്ടു. അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. മോളെ! അയാൾ നിലത്തേക്ക് ഊർന്നുപോയി. അവൻ്റെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞുപോയി. അതോടെ അവളിലെ പിടിവിട്ട് അവൻ പുറത്തെ ഇരുട്ടിലേക്ക് മറഞ്ഞു. അമ്മാവ! അവൾ അയാളെ പിടിച്ചു കുലുക്കി. മോളെ, അവൻ ചിലപ്പോ ഇങ്ങനെ ഭ്രാന്ത് പോലെ. അങ്ങനെ ഒരു സമയത്താ എൻ്റെ ലക്ഷ്മി അവൻ. അയാളുടെ സ്വരം ഇടറി. അവൾ ഞെട്ടിപ്പോയി. മോളെ, നീ ഇനി ഇവിടെ നിൽക്കണ്ട. പൊയ്ക്കോ, എങ്ങോട്ടേലും പൊയ്ക്കോ. ഇല്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലും. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമാവും ഇങ്ങനെ ഒരു മകൻ. എൻ്റെ മുന്നിൽ വെച്ച അവൻ ലക്ഷ്മിയെ. അവൻ്റെ അമ്മയ്ക്കും ഭ്രാന്തായിരുന്നു. മരിച്ച ശേഷം ഞാൻ ലക്ഷ്മിയെ കൂടെ കൂട്ടി കഴിഞ്ഞാ ഇവനിൽ ഇങ്ങനെ മാറ്റം കണ്ടത്. എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല. മോള് പൊയ്ക്കോ ഇപ്പോൾ, ഈ നിമിഷം തന്നെ. അല്ലെങ്കിൽ പിന്നെ നിനക്കിവിടുന്നൊരു മോചനമില്ല. അവൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്, എന്താ വേണ്ടതെന്നറിയാതെ. അയാൾ ഇടുപ്പിൽ നിന്നും ഒരു നോക്കിയ സെറ്റ് കയ്യിലേക്ക് കൊടുത്തു. വിളിക്കേ, ആ മോനെ വിളിക്കേ, എന്നിട്ട് പൊയ്ക്കോ. അമ്മാവ, എന്നാ നമുക്ക് ഒന്നിച്ചു പോകാം. വേണ്ട, അവൻ നിന്നെ തേടി വരും മുന്നേ പോകാൻ നോക്ക്. ഇനി ഇവിടെ നിന്നാ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. പോ. അയാൾ വീണുപോയി.
അവൾ വേഗം അഫ്സലിനെ വിളിച്ചു. കാര്യങ്ങൾ കേട്ടതും കിട്ടുന്ന വണ്ടിയിൽ കയറി വരാൻ അവൻ നിർദ്ദേശം കൊടുത്തു. അവൾ തൻ്റെ ബാഗും എടുത്ത് അയാളെ ഒന്ന് നോക്കി. അമ്മാവ, പൊയ്ക്കോ മോളെ, എന്നെ അവനൊന്നും ചെയ്യില്ല, നീ പൊയ്ക്കോ. റോഡിൽ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ ഒരു കൊച്ചു വീടുണ്ട്. അവിടെ രാജീവ് എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ അവൻ നിന്നെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവിടും. പോയിക്കോ. ആ ഫോൺ നീ കൊണ്ടുപോയിക്കോ. ഇവിടെ ഇനി നീ നിൽക്കരുത്. പോ. അവൾ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി ഇരുട്ടിലേക്ക് ഇറങ്ങി. അവൾ പറഞ്ഞു നിർത്തി തിരിഞ്ഞു നോക്കി. അന്ന് അപ്പുവേട്ടനാണ് എന്നെ ഇവിടേക്ക് നിർബന്ധിച്ച് കയറ്റിവിട്ടത്. എന്നെ സംരക്ഷിക്കാനൊന്നും ആ പാവത്തിന് കഴിയില്ല. മരണം എൻ്റെ പിന്നാലെ ഉണ്ട് ജെറി. അത് പല രൂപത്തിലാ. ഇവിടെ വന്നതി പിന്നെ ഞാനൊന്ന് സമാധാനമായിട്ട് ഉറങ്ങുന്നത്. ഇവിടെ എല്ലാവർക്കും എന്നോട് എന്ത് സ്നേഹ. ഇച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. എൻ്റെ ഗതികേടുകൊണ്ടാ. പിന്നെ എന്നെ സ്നേഹിച്ച് ചതിച്ചതിന് ചെറിയൊരു ശിക്ഷ ഞാനും കൊടുക്കണ്ടേ? എവിടെയെങ്കിലുമൊക്കെ ഞാനും ഒന്ന് ജയിച്ചോട്ടെ. അവൾ കണ്ണീരോടെ പുഞ്ചിരിച്ചു. സത്യത്തിൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചത് എൻ്റെ ഇച്ഛൻ കൂടെയുള്ള സമയത്താ. ഞാൻ സന്തോഷിക്കുന്നത് കർത്താവിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഇപ്പം ഇവിടെ വന്നിട്ട് ഇച്ഛനോടുള്ള കുഞ്ഞു കുഞ്ഞു മത്സരമൊക്കെ ഞാൻ എന്തോരം എൻജോയ് ചെയ്യുന്നെന്ന് അറിയൂ ജെറി. എനിക്കറിയാം ഇച്ഛന് ഞാൻ ശല്യമാണെന്ന്. പക്ഷേ വല്യപ്പച്ചൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ. അപ്പോ ജെറിയുടെ മുഖം ചുളുങ്ങി. വല്യപ്പച്ചന് എല്ലാം അറിയാം. ആ സ്നേഹമോ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയത്. എനിക്കിപ്പോൾ ജീവിക്കാൻ കൊതി തോന്നുക ജെറി. റീത്താമ്മയുടെ സഹോദരൻ എന്നെ തേടിയുള്ള പാച്ചില. എൻ്റെ അപ്പുവേട്ടനെ പിടിച്ചോണ്ട് പോയി കുറേ തല്ലിയെന്നു. ഇപ്പം കിടപ്പാന്നു. പണം വേണമെന്ന് പറഞ്ഞു സമർ വിളിച്ചു. അതാണ് ഞാൻ ഒന്നും ആലോചിക്കാതെ ഇന്ന്. പക്ഷേ അത് രുദ്രേട്ടനാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയാളൊരു അസുരനാ. ആരെയും കൊല്ലാൻ പോലും മടിക്കാത്ത ചെകുത്താൻ. അതുകൊണ്ട് ഞാനിവിടുന്ന് പോവാ ജെറി. ജാൻ? അവൻ ഞെട്ടിപ്പോയി. അതെ ജെറി, ഞാൻ പോവാ. അഭയം തന്ന ആളുകളെ ഞാൻ അപകടത്തിലാക്കുന്നത് ശരിയല്ല. കർത്താവ് പോലും പൊറുക്കില്ല എന്നോട്. എന്നെ തേടി രുദ്രേട്ടൻ ഇവിടെ വന്നെങ്കിൽ ഏത് നിമിഷത്തിലും ഈ വീട്ടിലും എത്തും. എനിക്കുറപ്പുണ്ട്. അയാൾക്ക് വേണ്ടത് എന്നെയാ, എന്നെ മാത്രം. അതയാൾക്ക് കിട്ടില്ല ഒരിക്കലും. പക്ഷെ ഞാനിവിടെ നിന്നാൽ അതെല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് ഞാൻ പോകും, ഇന്ന് തന്നെ. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. നീ എങ്ങോട്ടും പോകുന്നില്ല. പിന്നിൽ കനത്ത ശബ്ദം. വല്യപ്പച്ച, അവൻ നിന്നെ തേടി എത്തി അല്ലേ? അതെ വല്യപ്പച്ച. വരട്ടെ, നോക്കാം. വേണ്ട വല്യപ്പച്ച, അയാൾ എല്ലാവരെയും കൊല്ലും, ഞാൻ കാരണം. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അവൾ എന്താണ് എന്നറിയാൻ അയാളെ നോക്കി. എന്താ വല്യപ്പച്ച? ജെറി ചോദിച്ചു. നീ എൻ്റെ കൊച്ചുമോനെ കല്യാണം കഴിക്കണം. തുടരും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും പോസ്റ്റ് കണ്ടല്ലോ അല്ലേ? കാണാത്തവരോടാണ് വിവരം പറയുന്നത്. ഞാൻ ഒരു ടൂറ് പോവുകയാണ്. വെനസ്ഡേ മോർണിംഗ് പോകും. ഒരാഴ്ച കഴിഞ്ഞ് വരും. അന്ന് ബാക്കി സ്റ്റോറി പോസ്റ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഷോർട്സ്, ലൈവ്, ലോങ് വീഡിയോ ഒക്കെ തരാൻ ശ്രമിക്കും. ആരും പോകരുത് കേട്ടോ, കൂടെ ഉണ്ടാകണം. ഇന്ന് ഇത്രയും വലിയൊരു പാർട്ട് തന്നതും അതുകൊണ്ടാണ്. ഇന്നലെ സൺഡേ ആയിട്ടും ഒരു പാർട്ട് തന്നതും അതുകൊണ്ടാണ്. ഇനി നമുക്ക് 7 ദിവസം കഴിഞ്ഞ് കാണാം.